നമുക്ക് കാണണ്ട, പ്രേക്ഷകർക്ക് കാണണ്ട, അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആവുക. നിയമപരമായ ആയിരക്കണക്കിന് ജനങ്ങളാണ് ജാസ്മിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത അഫ്സൽ ഇന്നലത്തെ പ്രൊമോയില് കമന്റ് ചെയ്ത് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് വരുമ്പോ ആ വാക്ക് മാറ്റുന്നത് മനുഷ്യത്വത്തിൽപ്പെട്ടതാണോ ചിന്തിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഈ ജാസ്മിൻ, ഈ ഗബ്രി, ഈ രണ്ട് സാധനങ്ങൾ കാരണം നമ്മൾ പ്രേക്ഷകർ ഇറിറ്റേറ്റഡ് ആവുകയാണ്. ദയവ് ചെയ്ത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇതിനെ രണ്ടിനെയും തൂക്കി എറിയുക. കാരണം നമ്മൾ പ്രേക്ഷകർ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഇതെന്താ, ഇവരെന്ത് മെസ്സേജാണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ വില കളയാനായിട്ട് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ജാസ്മിനും, ഒരു പയ്യന്റെ വില കളയാനായിട്ട് ഏറ്റവും ഉത്തമ ഉദാഹരണമായി ഗബ്രിയും. ഇത് രണ്ടുമല്ലേ അവിടെ നടന്നു പോകുന്നത് നിലവിൽ, അല്ലെ? അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അതിനു മുമ്പേ 2-3 മെയിൻ ടോപ്പിക് ഞാൻ ഇവിടെ കൊടുക്കാം. ഇന്നലത്തെ പ്രൊമോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതായത് ജാസ്മിനും ഗബ്രിയും റസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഗബ്രിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ കെട്ടാൻ പറ്റത്തില്ല. അവന് മറ്റേ വേറെ പരിപാടിക്കുള്ള സെറ്റപ്പിലാണ് അവൻ സംസാരിക്കുന്നത്. അപ്പൊ അതില് ജാസ്മിൻ തന്നെ പറയുന്നു, അപ്പൊ നിന്റെ വായിന്നുള്ളത് കിട്ടി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് പറഞ്ഞാൽ പിരിവെട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും രണ്ടിന്റെ അഭിനയം അങ്ങോട്ട് കലക്കി. നമുക്ക് അഭിനയത്തിലോട്ട് വരാം. അപ്പൊ അങ്ങനെ ഒരു പ്രൊമോ വന്നതിൽ നമ്മുടെ അഫ്സൽ അമീർ, ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായിരുന്ന കാമുകൻ, ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്ട്രീം ബേർഡ് ഫേസ് ഐ വെന്റ് ത്രൂ. അതായത് ഇവർക്ക് മനസ്സിലാവും ഞാൻ ഈ കടന്നു പോകുന്ന ഈ ബേർഡ് ഫേസ്. 7 months she made me a fool in name of love. പ്രണയത്തിന്റെ പേരിൽ 7 മാസം എന്നെ ഫൂളാക്കി. ഐ ബിലീവ് ഇൻ കർമ്മ, ഇവക്ക് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ അഫ്സൽ ഒരു കമന്റ് ഇന്നലത്തെ ലേറ്റസ്റ്റ് പ്രൊമോയില് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവക്ക് കിട്ടത്തന്നെ ചെയ്യും. ഇവക്ക് കിട്ടാതെ എവിടെ പോവും? ഇവള് ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഇഞ്ചിഞ്ചായിട്ട് എണ്ണി തന്നെ പോകും. എത്ര പയ്യന്മാരാണ് ഇവള് തേച്ചത്? ചതിച്ച് ഇപ്പൊ ലാസ്റ്റ് ഔട്ടായത് അവനെ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചപ്പോ അവനെയും തേച്ചും കൊണ്ട് അവള് ബിഗ് ബോസിൽ പോയിട്ട് മറ്റൊരുത്തൻ്റെ അവിടെ. ഇതൊക്കെ എങ്ങനെയാണോ സഹിക്കാൻ പറ്റും? ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും അല്ലെങ്കിൽ മറ്റേ സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തെന്നും, ഒരു പെണ്ണൊരു പയ്യനെ തേച്ചെന്ന് വെച്ചാൽ ഒരു പയ്യ ഒരു പെണ്ണിനെ തേച്ചെന്ന് പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നിരന്തരം നമ്മൾ കാണുകയാണ്. ഒരു പെണ്ണ് എത്ര പയ്യന്മാരാണ് ഇവിടെ ചതിച്ച് വാഞ്ചിച്ച് തൊലച്ചു വെച്ചിരിക്കുന്നത്? ഇതൊന്നും ചോദിക്കാനോ പറയാനോ ഒരു നിയമവും ഇല്ല. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. എന്ത് ഇന്റൻഷനിലാണ് അവള് ഓരോരുത്തന്മാരെ തേച്ച് പോകുന്നത്? ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോയിൽ വരെ കയറി നിൽക്കുന്ന മൊത്തത്തിൽ അവള് കളിക്കുകയാണ്. ഇത് ഇവൾക്കെതിരെ കേസ് എടുക്കണം. കാരണം ഇത് വളർന്നു വരുന്ന ഒരു കുട്ടി ഇതൊക്കെ കണ്ടിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രിറ്റി ആവും, അല്ലെ? ഇതുപോലെയൊക്കെ ആണല്ലേ സെലിബ്രിറ്റി. ഇതുപോലെയൊക്കെ ഉണ്ടാവും ഈ ഷോയിൽ എത്തുമ്പോൾ. നമ്മൾ ഇങ്ങനെയാണെന്നൊക്കെ ജനങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്ര റീച്ച് കൂടാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോ പെൺകുട്ടികളും ഓരോ പയ്യന്മാരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ദയവ് ചെയ്ത് ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും നമ്മുടെ ജിൻഡോയെ ഇവള് പറഞ്ഞില്ലേ, അതിന്റെ പേരിൽ ഇപ്പൊ തന്നെ 184 പേര് സൈൻ ചെയ്തിട്ടുണ്ട് കേസിൽ. അത് ക്രമേണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് റാസിസം കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് റാസിസ്റ്റ് കമന്റ്സ് ഓൺ ബിഗ് ബോസ് മലയാളം ഷോ സീസൺ 6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിലവിൽ കമന്റ്സ് കൂടി ഇത് കേസിന്റെ എണ്ണം ആൾക്കാർ കൂടി വരികയാണ്. അപ്പോൾ എത്രത്തോളം ആൾക്കാർ എണ്ണം കൂടുന്നു അത്രത്തോളം അവര് നിന്നിട്ട് കേസ് എടുക്കും. മനസ്സിലായ? അതിന് വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പാലും വെള്ളത്തിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. എന്തായാലും ഇവരുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന നിമിഷ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസിലെ ഇന്നലത്തെ പ്രധാന ടോപ്പിക് ആയിരുന്നു ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യത്വം. അവിടെ കുറെ പേര് മനുഷ്യത്വത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ. ഈ പറഞ്ഞവരെല്ലാം കൃത്യമായിട്ട് മനുഷ്യത്വം പാലിക്കുന്നവരാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിലും പുറത്തുനിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് വരുമ്പോൾ ആ വാക്ക് മാറ്റുന്നത് മനുഷ്യത്വത്തിൽപ്പെട്ടതാണോ ചിന്തിക്കുക. അതേപോലെ ഈ പറഞ്ഞ പോലെ ഒരു പനിഷ്മെന്റ് കൊടുക്കുക, അത് ഹ്യൂമറായിട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഹ്യൂമറായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് തെറ്റ് മറന്നു പോകും. അവർക്ക് നമുക്ക് വലുതായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് 4 പേര് ചെയ്യുന്ന ഒരു ജോലി, ചിലപ്പോൾ അത് ഫ്ലോർ ക്ലീനിങ് ആവാം, കിച്ചൺ ഡ്യൂട്ടി ആവാം, എന്തായാലും ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്, ഇതൊക്കെ മനുഷ്യത്വത്തിൽപ്പെട്ടതാണോ? ഇതിലൊരു പോയിന്റാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അകത്ത് വന്ന് കാണിക്കുന്ന ഈ കോപ്ര പരിപാടികൾക്ക് എങ്ങനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്? ഓരോ പയ്യന്മാരും ചതിച്ച് ഇപ്പൊ ഷോയ്ക്കകത്ത് കയറി ഒരുത്തനെ പറ്റിക്കുകയാണ്. പിന്നെ
അവ ഇവളെക്കാളും പഠിച്ച കള്ളനായതുകൊണ്ട് അവ ഇന്നലെ ഒരു ഡയലോഗ് പ്രൊമോയിൽ അടിക്കുന്ന നമ്മൾ കണ്ടല്ലോ. അതായത് അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, മറ്റാണ്, മറിച്ചാണ്, എല്ലാം, പക്ഷെ കെട്ടാൻ പറ്റത്തില്ല, പിന്നെ സെറ്റപ്പിന് വയ്ക്കാനാണ് അവന് താല്പര്യം എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. പിന്നെ വാട്ടെവർ ഇത്രയും നെഗറ്റീവ് പുറത്തുനിന്ന് ഇവൾക്ക് ഉറപ്പായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവളും ഇവനും ഒക്കെ ചേർന്നുള്ള ഒരു പ്ലാനിങ് ആവാൻ വളരെ പോസിബിലിറ്റി കൂടുതലാണ് നാടകം അഭിനയിക്കാൻ. അവര് ഗബ്രി ജാസ്മിൻ പിരിയുന്നു എന്നുള്ളൊരു മുക്ക് വരെ എത്തിച്ചിട്ടുള്ള ഒരു പരിപാടിക്കുള്ള സെറ്റപ്പ് ആവാനും ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ട് സാധനങ്ങളാണ് ഇത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മൾ കണ്ട ഒരു കേസായിരുന്നു. ജാസ്മിൻ വയ്യാതെ കിടക്കുന്നു, ഗ്ലാസ് വഴി കൊടുക്കുന്നു, അടുത്ത് അവിടെ പോയി മറ്റേ നെഞ്ചുക്കൽ പെയ്ത് ഹൈമാലിനി മാസ് ആ സാധനം ഇറക്കുന്നു, മറ്റേ മാസല്ല സോറി മറ്റേ ഇത് 6000 ആ സാധനം ഇറക്കുന്നു. എന്തൊക്കെയാടേ ഇതിനെല്ലാം സാക്ഷി റസ്മിൻ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട്. റസ്മിനും സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഭയങ്കര നെഗറ്റീവായിട്ട് വരാണ് കേട്ടാ. ഇവളുടെ ആ ഒരു ആക്ട് ഒന്നും എനിക്ക് പേഴ്സണലി ഇപ്പൊ ഡൈജസ്റ്റ് ആവാത്ത രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കേറെ കിടന്ന് കാണാവണ സ്വഭാവം കാണിക്കുന്ന ഒരു ടൈപ്പിലോട്ട് റസ്മിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നതാണ്. അപ്പൊ ഇന്നലത്തെ ആ എപ്പിസോഡ് നൈറ്റ് ഈ പറയുന്ന പോലെ പനി വരുന്നു, സൂക്ഷിക്കുന്നു, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു, ആശ്വാസം പകരുന്നു, ഐ ലവ് യു പരസ്പരം പറയുന്നു, എന്തൊക്കെയോ ചെയ്യണ്. എന്നിട്ട് ഇന്നലത്തെ പ്രമോയിലാണ് അണ്ണാക്കി കിട്ടിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ജാസ്മിന്റെ ഒരു ട്രൂ ലബ് ആണെങ്കിൽ മാത്രം അതിന്റെ ഒരു ഇന്ന് തന്നെ ചോദിക്കാൻ ഒരു റീസൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്നലെ നടന്നൊരു സംഭവത്തെ ചൂണ്ടിക്കാണിക്കാം. ജാസ്മിൻ പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് ഗബ്രി ഒരു കെയറിംഗ് ആയിട്ടായിരുന്നു, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഭക്ഷണം വാരി കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്കുന്നു. അതിനൊക്കെ പുറമെ ജാസ്മിന്റെ അടുത്ത് പോയിരുന്നിട്ട് മറ്റേ ഒരു റൊമാന്റിക് സോങ് ഒക്കെ പാടുന്നുണ്ട് നമ്മുടെ ഗബ്രി. അപ്പോൾ ജാസ്മിൻ അതിങ്ങനെ കേട്ടിരിക്കുന്നൊക്കെ ഉണ്ട്. ഇനി മനസ്സിൽ വല്ല ലഡുവും പൊട്ടിയതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. മനുഷ്യനല്ലേ പിള്ളേ, പ്രത്യേകിച്ച് ഒരു പനിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതും ആവാം. എന്താണെങ്കിലും ഇനി അവൻ എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് പറയിപ്പിക്കാം. ഇനി കൂടുതൽ വെച്ച് താമസിപ്പിക്കേണ്ട, ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ, എന്നാലും ഒന്ന് ആലോചിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ചോദിച്ചതാണെന്ന് അറിയത്തില്ല. എന്തായാലും ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ റസ്മിൻ അവിടെ ഇരിക്കുന്നതാണ് ഒരു ആക്ഷൻ കട്ട് പറയാൻ ഒരാൾ അവിടെ ഉണ്ട്. അതായത് രണ്ടുപേർക്കിടയിലുള്ള ഒരു സംഭാഷണമല്ല, ഇത് 3 പേർക്കിടയിൽ നടക്കുന്ന സംഭാഷണമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ റിയൽ ലൈഫിലെ പ്രണയമാണെന്നുണ്ടെങ്കിൽ അവിടെ 2 പേരെ ഉണ്ടാവുള്ളൂ അല്ലേ. റിയൽ ലൈഫിലെ പ്രണയത്തിൽ ആ പ്രണയിക്കുന്ന 2 പേർക്കിടയിൽ മൂന്നാമത് ഒരാളുടെ ആവശ്യമില്ല. എപ്പോഴാണ് ഒരു മൂന്നാമത്തെ ഒരു ആൾ വരുന്നത്? അതൊരു സിനിമയാണെങ്കിൽ ആക്ഷനും കട്ടും പറയാനായിട്ട് ഒരാളവിടെ വേണം, ഒരു ഡയറക്ടർ വേണം. സോ ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു ഡയറക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഗബ്രി ചെന്നിരുന്ന് പാടി ഉണർത്തിയതായിരിക്കാം ആ പ്രണയത്തെ. ആ പ്രണയം കേൾക്കാൻ കൊതിച്ചുകൊണ്ട് ജാസ്മിൻ ചോദിച്ചു. പക്ഷേ തൃപ്തിയായി വയറ് നിറഞ്ഞു പറഞ്ഞു. അതായത് എനിക്ക് നിന്നോടുള്ളത് പ്രണയമൊന്നുമല്ല, നിന്നെ കല്യാണം കഴിക്കാൻ റിലേഷൻഷിപ്പ് ഒന്നും താല്പര്യമില്ല, പക്ഷെ ഇഷ്ടമാണ്. അതായത് ഒരു ടൈം പാസ്, ഒരു നേരം പോക്ക്. അതാണ് ഗബ്രിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിന്റെ ട്രൂ ലബ് നമ്മുടെ ഗബ്രി സ്വീകരിക്കുമോ അതോ തിരസ്കരിക്കുമോ? ഗബ്രിക്ക് ജാസ്മിനോടുള്ള ഇഷ്ടമെന്ത്? പ്രണയമോ, സ്നേഹമോ, സൗഹൃദമോ, അതോ മറ്റെന്തെങ്കിലുമോ? കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചൂടോടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ കണ്ണിമച്ചിമാരെ കാത്തു നിൽക്കൂ. തൽക്കാലം ബൈ. വെറുത്ത് സീരിയസ്ലി പറയാം, വെറുത്ത് ഈ രണ്ടെണ്ണത്തിന്റെ ഈ കോപ്പറായം കണ്ട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വെറുത്ത് ഞാൻ പണ്ടാറാണ് എന്ന് ഞാൻ പറയും. സത്യം എനിക്ക് ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് സംഭവിക്കുന്നത്. ഇതിനെ രണ്ടിനെയും സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് തലവേദന എടുക്കും. ദൈവം ഇതെന്താ കാണിക്കുന്നത്? സത്യം ആദ്യം ഒരു ഇത് എന്നുള്ള സാധനമായിരുന്നു. പിന്നെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ ഇവര് എന്ത് ചെയ്യണമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നി. പിന്നെ എനിക്ക് ഈ ദേഷ്യം അങ്ങ് എക്സ്ട്രീം ലെവലിൽ കയറി. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഇതിന്റെ രണ്ടിന്റെ ഈ ഒരു പരിപാടികൾ കാണുമ്പോൾ. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു നമ്മള് എന്തു പറയാ, നമ്മളങ്ങ് വെറുത്ത് ഒരു തൊലഞ്ഞ ലെവലായിപ്പോയി. ഇങ്ങനെയൊന്നും മനുഷ്യനെ ഒരുമാതിരി ആക്കല്. ദയവ് ചെയ്ത് ഒരു പ്രേക്ഷകനല്ല ഒരുപാട് പ്രേക്ഷകരുടെ ഒരു മുൻനിർത്തി ഞാൻ സംസാരിക്കുകയാണ്. ദയവ് ചെയ്ത് ഇതിനെ രണ്ടിനെയും ഷോയിൽ നിന്ന് എടുത്ത് പുറത്തെറി. നമ്മളെല്ലാവരും ഇരുന്ന് കാണാം ഷോ. സത്യം സീരിയസ്ലി പറയുക, അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആവുക. എനിക്ക് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എടുത്ത് കള. മിഡ് വീക്ക് വിഷനോ, ഡയറക്ടർ വിഷനോ, യെല്ലോ കാർഡോ, പച്ച കാർഡോ, മഞ്ഞ കാർഡോ എന്തെങ്കിലും എടുത്ത് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. രണ്ടിനും വേണ്ട, നമുക്ക് കാണണ്ട, പ്രേക്ഷകർക്ക് കാണണ്ട. അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആവുക. ഒരുപാട് കുട്ടികൾ അടക്കം പ്രതികരിക്കുക, അമ്മമാരെ എല്ലാം പ്രതികരിച്ച് തരിപ്പണമായി. ഇത് വേണ്ട ഇതിനെയൊന്നും ഈ ഷോയിൽ.